കഠിനംകുളം കൊലപാതക കേസിലെ മുഖ്യപ്രതി ജോൺസൺ ഔസേപ്പ് സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. ജോൺസനെ വിശദമായി ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ആറ്റിങ്ങൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ ആറ്റിങ്ങൽ സബ് ജയിലിലാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. എറണാകുളം, കോട്ടയം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി ജോൺസൺ ഔസേപ്പിന്റെ പേരിൽ അടിപിടി കേസുകളും മോഷണക്കേസുകളും ഉണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ക്രിമിനൽ പശ്ചാത്തലം അറിയാതെയാണ് പ്രതിയുമായി കൊല്ലപ്പെട്ട ആതിര അടുപ്പത്തിലായത്. യുവതിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച സ്റ്റീൽ കത്തി വാങ്ങിയ ചിറയൻകീഴ് വലിയ കടയിലെ വ്യാപാര സ്ഥാപനത്തിലും രക്തക്കറ പുരണ്ട ജീൻസ് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഉപേക്ഷിക്കപ്പെട്ട സ്ലാബിന് സമീപത്തും പ്രതിയുമായി എത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. തുടർന്നാണ് ആറ്റിങ്ങൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. തുടർന്നാകും കൊലപാതകം നടന്ന കഠിനംകുളത്തെ ആതിരയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുക. ജനരോഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയിലാകും പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിക്കുക. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി യുവതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് നേരത്തെ കണ്ടെടുത്തിരുന്നു. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കുടുംബത്തെ ഉപേക്ഷിച്ച് തനിക്കൊപ്പം ഇറങ്ങിവരാൻ വിസമ്മതിച്ച ആതിരയെ കഴിഞ്ഞ 21 രാവിലെയാണ് ജോൺസൺ ഔസേപ്പ് വീടിനുള്ളിൽ കടന്ന് ബലപ്രയോഗത്തിലൂടെ കുത്തിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, ഇയാളുടെ പശ്ചാത്തലം ഒന്നും അറിയാതെയാണ് ആതിര ഇങ്ങനെ ഒരു കുരുക്കിൽ ചെന്നപ്പെട്ടത്. അത് വീട്ടുകാരറിഞ്ഞു, അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനൊടുവിൽ ജീവൻ തന്നെ വില കൊടുക്കേണ്ടി വന്നു. ഈ സംഭവത്തിൽ ഇനി പക്ഷേ എല്ലാം സംഭവിച്ചിട്ടുള്ളത് ഇവർക്കിടയിൽ മാത്രമായതുകൊണ്ട് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് പോലീസിന്റെ ഇന്നത്തെ നീക്കം? ഇപ്പോൾ ഇയാളുള്ളത് ആറ്റിങ്ങൽ സബ് ജയിലിലാണ് എന്നറിയുന്നു. എന്താണ് പോലീസിന്റെ ഈ കേസ് അന്വേഷണവുമായി ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? തെളിവെടുപ്പ് പൂർണ്ണമായും പൂർത്തിയാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ചിറയൻകീഴ് കത്തി വാങ്ങിയ കടയിലും അതോടൊപ്പം തന്നെ വസ്ത്രം ഉപേക്ഷിച്ച സ്ഥലത്തുമൊക്കെ തെളിവെടുപ്പ് നടത്തിയെങ്കിലും പ്രധാനമായി ഈ കൃത്യം നടന്ന സ്ഥലത്താണ് തെളിവെടുപ്പ് നടത്തേണ്ടത്. അതിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അതിനുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് പോലീസ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം ആയിരിക്കും ഈ തരത്തിലുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കുക. മറ്റൊരു കാര്യം, ഈ കസ്റ്റഡി അപേക്ഷയിലും റിമാൻഡ് റിപ്പോർട്ടിലുമായി സൂചിപ്പിക്കുന്നത് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന കാര്യം തന്നെയാണ്. നേരത്തെ തന്നെ ചില കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഉൾപ്പെട്ട അടിപിടി കേസുകൾ, മോഷണ കേസുകൾ, ഇതിലെല്ലാം തന്നെ ഈ പ്രതി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു കാര്യമാണ്. കൊല്ലം സ്വദേശിയാണ്, ദളവാപുരം സ്വദേശിയാണ്. അവിടെ തന്നെ ചില ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. വളരെ ചെറുപ്പത്തിലെ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോയെങ്കിൽ തന്നെ ഈ ജന്മനാട്ടിൽ തന്നെ ചില ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതിനുശേഷം ഈ സൈക്കോ ഔസേപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ചെറായിലേക്കാണ് പോകുന്നത്. അവിടെ സൈക്കോ ഔസേപ്പ് എന്ന് അറിയപ്പെടുന്നു. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പണ്ട് മുതൽ തന്നെ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്ന രീതിയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഭാര്യ ഉപേക്ഷിച്ചു പോയതെന്ന ഒരു കാര്യം കൂടി നേരത്തെ പുറത്തു വന്നു. ആദ്യ ബന്ധത്തിൽ 3 മക്കളുണ്ടായിരുന്നു. പക്ഷേ ഈ പശ്ചാത്തലമൊന്നും അറിയാതെയാണ് ആതിര ഇയാളുമായി അടുക്കുന്നത്. മറ്റൊരു വനിതാ സുഹൃത്ത് കൂടി ഇവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. പക്ഷേ ആ സുഹൃത്ത് പിന്നീട് പിന്മാറി. ഇയാളുടെ സ്വഭാവത്തിലെ ഈ കുഴപ്പം കാരണം തന്നെയാണ് അത് തിരിച്ചറിഞ്ഞ് അവർ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. എന്നാൽ ഇതേ ഗ്രൂപ്പിൽ റീൽസുകൾ ഇട്ടുകൊണ്ട് ആതിരയും ജോൺസണും സൌഹൃദം തുടർന്നു. അതാണ് പിന്നീട് വഴിവിട്ട നിലയിലേക്ക് പോകുന്നത്. പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചതും. ഈ പൂജാരിയായ ഭർത്താവിന് ഈ വിവരം അറിയാമായിരുന്നു. അദ്ദേഹം ഇത് തടയാൻ ശ്രമിച്ചു. ഫോൺ പിടിച്ചു വാങ്ങുന്ന ഒരു ഘട്ടമുണ്ടായി. പക്ഷേ ഭാര്യയുടെ നിർബന്ധപ്രകാരം അത് തിരികെ നൽകുകയും ചെയ്തു. അങ്ങനെ വീട്ടുകാർ കൂടി അറിഞ്ഞിരുന്നു. മാത്രമല്ല, ജോൺസന് അടിപിടി കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആതിരയുടെ പിതാവ് ഈ ബന്ധത്തെക്കുറിച്ച് അറിയുകയും ജോൺസണുമായി ഇടയ്ക്ക് കശപിശയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു എന്ന കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അതായത് വീട്ടുകാർ പല ഘട്ടങ്ങളിലായി തന്നെ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അവർക്ക് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. പോലീസിനെ സമീപിക്കാൻ ആതിര അനുവദിച്ചിരുന്നുമില്ല. കാരണം നാട്ടുകാർ അറിഞ്ഞാൽ അപമാനമാകും, ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന കാര്യമാണ് ആതിര പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പോലീസിൽ പരാതിയുമായി പോയതുമില്ല. പക്ഷേ ഇത് ഏറ്റവും ഒടുവിൽ കലാശിച്ചത് ഈ കൊലപാതകത്തിലാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സ്ഥിരം കുറ്റവാളിയാണ് ഇയാൾ, അല്ലാതെ അബദ്ധത്തിൽ സംഭവിച്ച ഒരു കൊലപാതകമല്ല ഇത് എന്ന കാര്യമാണ് ഇപ്പോൾ ഉറപ്പാവുന്നത്. നെന്മാറയിലും സമാനമാണ് സംഭവം. അതൊരു നാടിനെ മുഴുവൻ നടുക്കിയ ഇരട്ട കൊലപാതക കേസ് പ്രതി പിടിയിലാവുമ്പോൾ നാട്ടുകാർക്ക് തൽക്കാലം ആശ്വാസമാണ്. ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു, അത് പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് പോലീസിന് മൊഴി നൽകി. കൊലപാതകത്തിന് ശേഷം പോത്തുണ്ടി മേഖലയിൽ ഒളിവിലായിരുന്ന ചെന്താമരയെ വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് പിടികൂടിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ചേട്ടൻ ഇവിടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് അനിയൻ വരും സാർ ഭക്ഷണം കഴിക്കാൻ, 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയാൾ വരിക വിളിച്ച് ട്രാപ്പ് വെച്ചിരിക്കുകയായിരുന്നു. അയാൾ വന്ന് പെട്ടു. ചേട്ടനെ തറവാട്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. പക്ഷേ അയാൾ തറവാട്ട് വീട്ടിലേക്ക് വരുന്നതിന് പകരം അയാളുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ആൾറെഡി പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു പാടത്ത്. അവരാണ് പിടിച്ചത്. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചരട് മാത്രം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ലോക്കപ്പിലാക്കിയിട്ട്. അതെ, അന്ന് 4 ദിവസം എടുത്തു. ഇന്ന് ഞങ്ങൾ 48 മണിക്കൂറിനകം പിടിച്ചു. മെഡിക്കൽ കഴിഞ്ഞു. പുള്ളി ആരോഗ്യവാനാണ്. BP നോക്കി, വിഷം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധന നടത്തി. നാട്ടുകാർ മലയിലൊക്കെ തരാനായിട്ട് നന്നായി സഹായിച്ചു. രാത്രി നാട്ടുകാർ രാത്രി ഉണ്ടായിരുന്നെങ്കിൽ അവനെ തല്ലിക്കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ സഹായം ഞങ്ങൾ രാത്രി ആവശ്യപ്പെട്ടു. ഇയാളെ വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് പിടികൂടിയതെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, വളരെ തന്ത്രപരമായി തന്നെ പോലീസ് ഇക്കാര്യത്തിൽ നീങ്ങിയ ആദ്യഘട്ടത്തിൽ പോലീസിന് നേർക്ക് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ രണ്ടാം ഘട്ടം ഈ ഇരട്ട കൊലപാതകം നടത്തിയതിനു ശേഷമുള്ള ഒരു ഘട്ടത്തിൽ പോലീസ് അതീവ ജാഗ്രതയോടെ ബുദ്ധിപരമായി തന്നെ നീങ്ങി. അങ്ങനെയാണ് ഇയാൾ കെണിയിലായത് എന്ന് തന്നെ വേണ്ടേ പറയാൻ. പ്രത്യേകിച്ച് വിശന്ന ഇയാൾ വീട്ടിലേക്ക് വരുമെന്ന ഉറപ്പിൽ തന്നെ വളരെ പ്ലാൻഡ് ആയിരുന്നില്ല ഇന്നലത്തെ ഓപ്പറേഷൻ. പോലീസിന്റെ ഇതുവരെയുള്ള വിശദീകരണ പ്രകാരം കൃത്യമായ പദ്ധതിയാണ് പോലീസ് ഇയാളെ കുരുക്കാൻ ഇട്ടത്. ഇന്നലെ പോത്തുണ്ടിയിൽ നടത്തിയ മാസായിട്ടുള്ള തെരച്ചിൽ അതുപോലും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനും ഇയാളെ കസ്റ്റഡിയിലേക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമാണ് എന്ന് വേണം വിലയിരുത്തുവാൻ. അത് പോലീസിന്റെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. കാരണം ഇയാളെ ജനങ്ങളെ കൈ കിട്ടിയാൽ ചിലപ്പോൾ കൊന്നുകളഞ്ഞെന്ന് പറയുമ്പോൾ ഇയാളെക്കെതിരെയുള്ള ജനരോഷം പോലീസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെ മറ്റൊരിടത്തേക്ക് ആളുകളെ എല്ലാം ശ്രദ്ധ കൊണ്ടുവന്ന് ഇയാൾ വീട്ടിലേക്ക് വരുമെന്ന അല്ലെങ്കിൽ ഇയാൾ വരുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ പോലീസ് കൃത്യമായി ക്യാമ്പ് ചെയ്ത് ആ ഒരു കുരുക്കിൽ അയാളെ വീഴ്ത്തി എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. എന്തായാലും അയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം വലിയ ജനരോഷമാണ് ഉയർന്നത്. നേരത്തെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾ കൊണ്ടുവന്നത്. പക്ഷെ അവിടെ നമ്മൾ ഇന്നലെ രാത്രി കണ്ടതാണ് ജനങ്ങളൊക്കെ വളരെ ക്ഷോഭത്തോടെ രോഷത്തോടെ അയാൾക്കെതിരെ അയാളുടെ സ്റ്റേഷൻ മുമ്പിലെത്തുകയും അയാളെ വിട്ടുതരാൻ വേണ്ടി വലിയ പ്രതിഷേധം നടത്തുകയൊക്കെ ചെയ്യുന്നത് കണ്ടതാണ്. തുടർന്നാണ് അയാളെ ആലത്തൂർ DSP ഓഫീസിലേക്ക് മാറ്റി. ഇപ്പൊ ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ് അയാളുള്ളത്. ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ രാത്രി അയാളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്റെ മകളുടെയും ഭർത്താവിന്റെയും അതുപോലെ തന്റെ ഭാര്യയും കൊല്ലാൻ അയാൾ പദ്ധതിയിട്ടിരുന്നു എന്നതായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ജീവൻ നശിപ്പിച്ചവർക്ക് എതിരെയുള്ള പ്രതികാരമാണിതെന്നും അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്ത കുറ്റത്തിലൊന്നും ഒരു തരിമ്പ് പോലും വിഷമമില്ല എന്ന ഒരു മനോനിലയാണ് പ്രതിക്കുള്ളതെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇനിയിപ്പോൾ പ്രതിയെ 11 മണിക്ക് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അതിനു മുൻപ് പാലക്കാട് SP ഇക്കാര്യത്തിൽ വാർത്താ സമ്മേളനം നടത്തും. 11 മണിക്കാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ആലത്തൂർ കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക. തുടർന്ന് എന്നായിരിക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കമുള്ള നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതി പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതിക്ക് ചെയ്ത കുറ്റത്തിൽ ഒരു തരിമ്പ് വിഷമം പോലും ഇല്ല. താൻ കൂടുതൽ പേരെ കൊല്ലുവാൻ തന്റെ ജീവൻ നശിപ്പിച്ചവർക്കെതിരെയുള്ള നടപടി എടുക്കുമെന്ന് തന്നെ അയാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ഒരു തരിമ്പും കുറ്റബോധമില്ലാത്ത മനോനിലയാണ് പ്രതിയുടേതെന്നും ഇതിനോടകം തന്നെ വ്യക്തമായതാണ്. നിലവിൽ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതിയുള്ളത്. 11 മണിക്ക് SP വാർത്താ സമ്മേളനത്തിന് ശേഷമാകും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. ഇതുവരെയുള്ളതൊക്കെ നമുക്ക് കേട്ടുകേൾവിയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം ഒന്നുമല്ല എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നൊക്കെ. അത് അറിയേണ്ടത് 11 മണിക്ക് ആ വാർത്താ സമ്മേളനത്തിലാണ്. ഷംന കൂടി ചേരുന്നുണ്ട് പോത്തുണ്ടിയിൽ നിന്ന്. ഷംന, ഇയാളുടെ ബന്ധുക്കൾ എന്ന് പറയാൻ പോലും അവർക്ക് മടിയാണ്. ബന്ധുക്കൾ ഒപ്പം നാട്ടുകാരൊക്കെ ഷംനയോട് പ്രതികരിക്കുന്നുണ്ട്. ഷംന ആ വീടിന് പരിസരത്ത് നിൽക്കുമ്പോൾ ഇയാളെ കൊല്ലണം, ഇത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല, ഒരാൾക്ക് വധശിക്ഷ കൊടുക്കണമെന്ന വാദം. പക്ഷേ ഇതുപോലൊരു സൈക്കോ ക്രിമിനൽ ഇനി പുറത്തിറങ്ങരുത് എന്ന് തന്നെയല്ലേ നാട്ടുകാർ പറയുന്നത്?
തീർച്ചയായും ശ്രീജ് അത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു മനോഭാവമുള്ള ഒരു പ്രതി ഇനി പുറത്തിറങ്ങിയാൽ ബാക്കിയുള്ളവരെ കൂടി, കാരണം ഇയാൾക്ക് ഇപ്പോഴും പോലീസ് പിടിയിലായപ്പോൾ പോലും ഇയാൾ പറയുന്നത് ഇനിയും കൊല്ലാനുണ്ടായിരുന്നു ആളുകളെ, 3 പേരെ കൂടി ഇനിയും വധിക്കാനുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഇയാൾ പുറത്തിറങ്ങിയാൽ, അടുത്ത തവണ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ബാക്കിയുള്ളവരെ കൂടി കൊലപ്പെടുത്തുമെന്ന കാര്യം തീർച്ചയാണ്. ആ ഒരു ഭീതി തന്നെയാണ് നാട്ടുകാർ പങ്കുവച്ചതും. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ചെന്താമരയുടെ തറവാട് വീട്ടിലാണ്. സഹോദരനും സഹോദരന്റെ ഭാര്യയും അമ്മയും അടക്കം താമസിക്കുന്ന വീട്ടിലാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ചെന്താമരയ്ക്ക് ജാമ്യം അനുവദിക്കാനായി മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചത് ബന്ധുക്കളാണ്, അല്ലെങ്കിൽ അമ്മയും ഇയാളുടെ സഹോദരനും ഉൾപ്പെടെ ഉള്ളവരാണ് ഈ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത് എന്ന തരത്തിലാണ് ആദ്യഘട്ടം മുതൽ തന്നെ വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഈ കുടുംബം. തങ്ങൾക്ക് ചെന്താമരയുമായി ഒരു ബന്ധവുമില്ല. ആദ്യ കൊലപാതകം സജിതയെ കൊന്നത് മുതൽ തന്നെ അന്ന് ഇയാളുടെ സ്വഭാവം മനസ്സിലായതാണ്. കൃത്യമായ ഒരു സൈക്കോ സ്വഭാവമുള്ള ആളാണ്. അത് ഈ വീട്ടുകാരുൾപ്പെടെ, സഹോദരന്റെ ഭാര്യ ഉൾപ്പെടെ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ സൈക്കോ സ്വഭാവമുള്ള ഒരാളുടെ ബന്ധുവാണെന്ന് പറയാൻ തങ്ങൾക്ക് പേടിയാണ്. പക്ഷെ അതേസമയം തന്നെ പലപ്പോഴായി ഈ തറവാട്ട് വീട്ടിൽ ഈ ചെന്താമര എത്താറുണ്ടായിരുന്നു മുൻപ്. അതിനെ എതിർക്കാനുള്ള ഒരു ധൈര്യം തങ്ങൾക്കുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ എതിർത്തിരുന്നെങ്കിൽ അന്ന് ഇവരെ കൂടി കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ തറവാട്ട് വീട്ടിൽ എത്തുന്നത് തടയാറില്ലായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്തും തറവാട്ട് വീട്ടിൽ വന്നിരുന്നു, അമ്മയെ കണ്ടിരുന്നു. പക്ഷേ ഈ ഇരട്ട കൊലപാതകങ്ങൾ നടത്തിയതിന് ശേഷം ഒളിവിൽ പോയിട്ട് ഒരിക്കൽ പോലും ചെന്താമര ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരിക്കലും ഇത്തരം സ്വഭാവമുള്ള ഒരാളെ അംഗീകരിക്കാൻ കഴിയില്ല. അത് എന്ത് ബന്ധുവാണെങ്കിലും എന്ത് സഹോദരനാണെങ്കിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഏറ്റവും അർഹമായ വലിയ ശിക്ഷ തന്നെ ഈ പ്രതിക്ക് കൊടുക്കണം എന്ന നിലപാടിലാണ് അമ്മ പോലും ഉള്ളത്. അമ്മ നമ്മോട് സംസാരിച്ചിരുന്നു. പക്ഷെ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്. സ്വന്തം മകനാണെങ്കിൽ പോലും അയാൾ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു കുടുംബത്തെ അംഗീകരിക്കുന്നില്ല അയാളെ. സ്വന്തം അമ്മ പോലും ഏതെങ്കിലും തരത്തിൽ ഒരു ദയയുടെ ആനുകൂല്യത്തോടെ അയാളെ പറ്റി സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു കൊടും ക്രിമിനലാണ്. എന്തായാലും ആശ്വാസകരമായി ഇന്നലെ രാത്രി പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണിയോടെ പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെയായിരുന്നു ഇന്നലെ ഇയാളെ പിടികൂടിയത് എന്ന കാര്യങ്ങൾ ഔദ്യോഗികമായി വിശദീകരിക്കും. അതിലേക്ക് നമുക്ക് കാത്തിരിക്കാം. മറ്റ് വാർത്തകളിലേക്കും ഏറ്റവും പുതിയ വാർത്തകളിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താം. അതുവരെ രാവിലെയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയിൽ ഇത് കണ്ടോ കാണാം.